സിനിമയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മലയാളികൾക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അപൂർവമായ ചലച്ചിത്ര ശില്പങ്ങൾ സൃഷ്ടിച്ചു നൽകിയ സംവിധായകനാണ് ഹരിഹരൻ. ഹാസ്യപ്രധാനമായ ചിത്രങ്ങളിലൂടെയായിരുന്നു തുടക്കമെങ്കിലും കുടുംബ ചിത്രങ്ങളും ചരിത്ര കഥകളും ഇതിഹാസങ്ങളുമെല്ലാം ഈ പരിചയസമ്പന്നനായ ചലച്ചിത്രകാരന് അനായാസം വഴങ്ങി. അതീവ ഹൃദ്യമായ ഗാനങ്ങൾ കൊണ്ടും സമൃദ്ധമായിരുന്നു ഹരിഹരന്റെ ചിത്രങ്ങൾ. നഗക്ഷതങ്ങൾ എന്ന സിനിമയുടെ ഗാനരംഗങ്ങളുടെ ചർച്ച നടക്കുന്നൊരു വേള. ONV കുറുപ്പുണ്ട്, രവി ബോംബെയുണ്ട്, ഹരിഹരൻ എന്ന സംവിധായകനുണ്ട്, MD വാസുദേവൻ നായരുണ്ട്. അപ്പോൾ ഈ പാട്ടിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പം MD പറഞ്ഞു, നമുക്ക് ഇതിനകത്തൊരു നിളയെക്കുറിച്ചൊരു പാട്ടാകാമല്ലോ, അതില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ONV സാർ അത് സംബന്ധിച്ച് ശരി, നമുക്ക് നിളയെക്കുറിച്ചൊരു പാട്ടാകാം. നമ്മുടെ മലയാളക്കരയുടെ ഏറ്റവും നമ്മുടെ ഒരു വികാരമാണ് നിള എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു പാട്ട് എഴുതി, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്നുള്ള ഗാനം. അപ്പോൾ ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ONV സാറിനോട് രവി ബോംബെ ചോദിച്ചു, ഇതിൻ്റെ ഒരു മട്ടെങ്ങനെയാണ്, ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പൂർവ്വകാലത്തിലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരു പാട്ട് പാടി. ആരോമലേ പറകൻ ആരോമലേ നീരാടുവാൻ നീള, അങ്ങനെയാണ്. അതൊരു പഴയ സ്മൃതിയിൽ നിന്നും ഉറങ്ങിക്കിടന്ന ഒരു പാട്ടിനെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ട്, നിളയുടെ ഒരു പാട്ട് അങ്ങനെ സമ്മാനിച്ചു രവി ബോംബെയും ONV സാറും ചേർന്നു. അത് മനോഹരമായിട്ടാണ് ഹരിഹരൻ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ ആദ്യ അനുഭവം നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടി അഭിനയിക്കുന്നത്. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്നുള്ള ആ പാട്ടാണ് ഞാൻ പാടി അഭിനയിക്കുന്നത് ആ ചിത്രത്തിൽ. സോ അതിൻ്റെ ചിത്രീകരണ സമയത്തിന് മുമ്പ്, അപ്പോൾ ആദ്യം തന്നെ ഈ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഫോർ ആർട്ടിസ്റ്റ്, ലൈക്ക് അതായത് യു ഹാവ് ടു ബി തറോ വിത്ത് ദ ലൈൻസ്. അപ്പോൾ ഈ നീരാടുവാൻ ലിറിക്സൊക്കെ പഠിച്ച് ഷൂട്ടിംഗ് സമയത്ത് നല്ല തുറന്ന് ലിപ്സ് തുറന്ന് ശരിക്ക് പാടണം. ഡുബാനൊന്നും പറ്റില്ല, നീടുവാൻ. ആ ലിപ്പ് മൂവ്മെൻറ്റ് ഹാസ് ടു ബി നല്ല സ്ട്രെസ്ഫുള്ളായിട്ട് തന്നെ അത് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് യു ഹാവ് ടു സിങ് ഇറ്റ്. വളരെ മനോഹരമായിട്ട് ഷാജി സർ ചിത്രീകരിച്ചൊരു ഗാനമാണ്. ഡേ ഫോർ നൈറ്റ് എഫക്റ്റിലാണ്. നല്ല നട്ടപ്പൊരിയുന്ന വെയിലത്താണ് അത് ഷൂട്ട് ചെയ്ത്. 12 റിഫ്ലക്ടറൊക്കെ വെച്ചിട്ട് ഭാരതപ്പുഴയിൽ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റില്ല. അതും ഇത് നിലാവായിട്ടാണ് വരിക രാത്രി. അപ്പം ഉറക്കം വന്നിട്ട് പാടുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് കണ്ണ് തുറക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഷാജി സാറിൻ്റെ അടുത്ത് നടക്കി വരും. പക്ഷെ ആ റിഫ്ലക്ടറിൻ്റെ ഒരു ഇതിൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റും. അത്രയും ആഫ്റ്റർനൂൺ സണ്ണിൻ്റെ ഒരു ഇതിലാണ് അത് ഷൂട്ട് ചെയ്തത്. അത് ഇന്നും ആ റിഫ്ലക്ഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പം അടുത്ത അതത് ഐ തിങ്ക് ഇറ്റ്സ് ഒരു മാസ്റ്റർ പീസ് വർക്ക് ഓഫ് ഷാജി സാർ ആൻഡ് ഹരൻ സർ. ഇന്നും ഈ പാട്ടിലുടനീളം മെയിൻ വോക്കൽ വരുന്ന സ്ഥലത്തെല്ലാം ഒരു 95% സ്ഥലങ്ങളിലെല്ലാം തന്നെ വയലിൻ കൗണ്ടേഴ്സ് ബാക്കിംഗ് അതൊരു ജീവനാഡി പോലെ ആ പാട്ടിനൊപ്പം സഞ്ചരിക്കുന്നു. ഒരു പക്ഷേ വോക്കൽ മാറ്റി നിർത്തിയാൽ ഈ വയലിൻ കൗണ്ടേഴ്സ് മാത്രം എടുത്താൽ മറ്റൊരു പുതിയ ഗാനം നമുക്ക് ആലോചിക്കാവുന്ന തരത്തിലുള്ള അത്രയും ബലവത്തായ ഒരു കോൺട്രിബ്യൂഷൻ ആ സെക്ഷനിലുണ്ട്. കന്യകമാ
വച്ചു നീരാടുവാൻ നിളയിൽ